എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്ലേസാണ്. അപ്പോൾ അവിടെ നമ്മൾ ഏതൊക്കെ സ്പോട്ടിലാണ് പോയതെന്നാണ്. ഫസ്റ്റ് പോയത് നമ്മളൊരു വാട്ടർഫാൾ കാണാനാണ്. ഭയങ്കര അതിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കൈയൊക്കെ അങ്ങ് ഫ്രീസ് ആവുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. ഭയങ്കര തണുപ്പായിരുന്നു. ഒരു 6:30 ടൈമിലാണ് പോയത്. പിന്നെ നമ്മളെ അവർ കൊണ്ടുവന്ന ഒരു മഞ്ഞ് വീഴുന്ന കാണിക്കാനായിരുന്നു. നമുക്കതിങ്ങനെ കാണാൻ പറ്റിയില്ല. പക്ഷേ ഈ ചെടികളിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സൂര്യൻ വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നമുക്ക് അതെങ്കിലും കാണാൻ പറ്റി. പിന്നെ നെക്സ്റ്റ് നമ്മളവർ കൊണ്ടുപോയത് വട്ടവട വ്യൂ പോയിന്റിലേക്കാണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ വട്ടവട വ്യൂ പോയിന്റ്. അതിങ്ങനെ നമുക്കിങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ബ്യൂട്ടി ആയിരുന്നു അത്. അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, കുറേ ടെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മളേതോ ആപ്പിലൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെ വേണം പോകാൻ. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അവിടെ. പിന്നെ അവിടെ വലിയ ഫെസിലിറ്റീസ് അങ്ങനെയൊന്നുമില്ല. ഒരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു. അവിടെ ഒരു ചായയൊക്കെ കുടിച്ച്, അതായത് ഇങ്ങനെ തണുത്ത് മരച്ച് ഇരുന്ന് ഒരു ചായയൊക്കെ കുടിക്കുമ്പോഴുള്ളൊരു പ്രത്യേക തരം ഒരു സുഖമുണ്ടല്ലോ, അതൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ അങ്ങ് ആസ്വദിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും പോകാനൊരു അവസരം കിട്ടുവാണെങ്കിൽ വട്ടവടയിലൊന്ന് പോകണം. മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. നമുക്കങ്ങനെ ഉദ്ദേശിക്കുന്ന രീതി വലിയ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. പക്ഷേ നമുക്ക് നല്ല നല്ല റിസോർട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്, കുറച്ച് പേയ്മെൻറ്റൊക്കെ ചെയ്യുവാണെങ്കിൽ. അങ്ങനെ എന്താ പറയണ്ടേ, പിന്നെ കുറേ കുറേയെന്ന് പറഞ്ഞാൽ കുറച്ച് സൈറ്റുകളേ ഉള്ളൂ. പക്ഷേ വളരെ ബ്യൂട്ടിഫുള്ളാണ്. സാധാരണ ആൾക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. റോഡ് അത്ര ഇതൊന്നും അല്ല, പക്ഷേ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള റോഡാണ്. പിന്നെ നമ്മൾ ജീപ്പിൽ വേണം പോകാൻ, നമ്മുടെ വണ്ടി വെച്ചിട്ടൊന്നും പോകാൻ പറ്റില്ല. പക്ഷേ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു അഡ്വഞ്ചർ ട്രിപ്പായിരുന്നു. അവർക്ക് അതാണ് ശരിക്കും അവർക്കൊരു വരുമാനം എന്ന് പറയുന്നത്. അതാണ് അവിടെയുള്ള ആൾക്കാർക്ക്. സാധാരണ ആൾക്കാരാണ്. ഒട്ടും ഫെസിലിറ്റി ഇല്ലാത്തൊരു ജീവിതമാണ് അവർ നയിക്കുന്നത്. പക്ഷേ അവർ ഭയങ്കര ഹാപ്പിയാണ് അതിൽ. പിന്നെ നെക്സ്റ്റ് നമ്മൾ പോയത് കുറേ ഉള്ളിലേക്ക് നടന്നിട്ടൊരു ഗുഹ കാണാൻ വേണ്ടിയാട്ടോ പോയത്. നമുക്ക് ഗുഹയുടെ അകത്തേക്ക് കുറച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ തിരിച്ചു വന്നു. വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല, കുറച്ച് പോയിട്ട് നമ്മൾ മേളിലേക്ക് കയറണം. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇതായിരുന്നു കേട്ടോ. പക്ഷേ ഈ നേച്ചർ ബ്യൂട്ടി, പിന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. ഞാനും ഞങ്ങളുടെ കൂടെ വന്നവർ. ആ മോർണിംഗ് തന്നെ നമ്മൾ എണീറ്റിട്ട് പോകണം, അതാണൊരു ഇത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പോയത് നായാട്ട് സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത ഒരു പ്ലേസ് അവർ കാണിച്ചു. കുറച്ച് ലോക്കൽ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ട്രൈ ചെയ്തു. നെക്സ്റ്റ് അവർ കൊണ്ടുപോയത് ഒരു ഫാമിലേക്കാണ്. സ്ട്രോബെറി ഫാമാണ്. സ്ട്രോബെറി ഉണ്ട് അവിടെ, പിന്നെ ക്യാബേജ് ഉണ്ട്, കുറേ സൺഫ്ലവർ ഉണ്ട്, അവർ തന്നെ ഉണ്ടാക്കുന്ന ജാം, കുറേ റോസ് ഫ്ലവേഴ്സ്, ബ്ലൂബെറി, അങ്ങനെ കുറേ സാധനങ്ങൾ. എന്ത് ഭംഗിയായിരുന്നു അറിയാം അത്ര ഏരിയ. സ്ട്രോബെറി ശരിക്കും പറിക്കാൻ പറ്റിയില്ല. തലേദിവസം നമ്മൾ ചെന്നതിൻ്റെ തലേദിവസം കുറേ ആൾക്കാർ പറിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ മേടിക്കാം. ഈ ഫ്രഷ് സ്ട്രോബെറിയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പം വട്ടവട പോയിട്ടില്ലാത്തവർ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് എന്ന രീതിയിൽ പോവുക. നല്ല